പറഞ്ഞില്ലേ ഈ ടീഷർട്ട് ഏട്ടന് നന്നായി ചേരുമെന്ന്. കറക്റ്റാണ്, അടിപൊളി. അതാ പറഞ്ഞത്, എപ്പോഴും ഇതുപോലെ പ്ലെയിൻ ഷർട്ട് ഇടാതെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ടീഷർട്ട് ഇട്ടാ നന്നായിരിക്കും. ഇടുന്നത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ആരെങ്കിലും എന്നെ കണ്ട് മയങ്ങിപ്പോയാ ഞാൻ കുറ്റക്കാരനല്ല. ആ? ഏട്ടന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ കൊള്ളാം. ആരെങ്കിലുമൊക്കെ മയങ്ങി വീണെന്നിരിക്കും. പക്ഷേ ഒരു 10 മിനിറ്റ് ഏട്ടനോട് സംസാരിച്ചു കഴിഞ്ഞാ ഏട്ടൻ പറയുന്ന റോൾസ് കേട്ട് അവര് താനെ ഓടിപ്പൊക്കോളും. എന്നിട്ട് നീ ഓടിപ്പോയില്ലല്ലോ. അതെന്തെന്ന് വെച്ചാ ആരെങ്കിലും ഒരാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അതുകൊണ്ടാ എല്ലാം പോട്ടേന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്യുന്ന. ആണോ? 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 ചേച്ചി, ഞാനിപ്പോ കാണുന്ന എല്ലാം സത്യമാണോ? എന്നെ ഒന്ന് നുള്ളിക്കേ. എന്തിനാ നുള്ളാൻ പറഞ്ഞ? എന്തിനാ ഒച്ച വെക്കുന്നേ? അത് ഞാൻ കണ്ടത് സത്യാണോ സ്വപ്നാണോന്ന് അറിയാനാ. അങ്ങനെ വിശ്വസിക്കാൻ നീ എന്താ കണ്ടേ? അതാ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കയല്ലേ, അങ്ങനെ എന്താ ഇവിടെ നടന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ബ്രെയിൻ യൂസ് ചെയ്യാന്ന് എപ്പോ റിയലൈസ് ചെയ്തു? അല്ല, നിങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? എന്താ ഞങ്ങൾക്ക് ആലോചിക്കാൻ പാടില്ലേ? എന്തെന്ന് വെച്ചാ, ഈ വീട്ടിൽ ആലോചിക്കാനായിട്ട് അത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പ്ലാൻ ആയിരുന്നാലും പെർഫെക്ഷൻ ആയിരുന്നാലും ഞാനല്ലേ എല്ലാം. ഈ ഓവർ കോൺഫിഡൻസ് കാരണോ ആ മൂന്നാറിലെ പ്ലാൻ കുളമായത്. ശരി, അങ്ങനെയുള്ളപ്പോ എന്തിനാ എന്റെ പുറകെ വന്ന് എല്ലാരും നിക്കുന്നേ? ചേച്ചി, ആ ചെറിയ കുട്ടിയുമായി നമുക്കെന്താ? നമുക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. ഓ, ചെറിയ കുട്ടി എന്ന് പറഞ്ഞ എന്നെ മാറ്റി നിർത്തി എന്താ ജോലി ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ക്യാരി ഓൺ. അയ്യോ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അവളുടെ ഓവറാക്ഷൻ കണ്ടില്ലേ? ഉടനെ തന്നെ ഞാൻ വരാം ഐഡിയ തരാനായിട്ട്. നമ്മുടെ കെയർടേക്കർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ റിവഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാന്നല്ലേ വിചാരിച്ചിരിക്കുന്നേ. അപ്പൊ വേറൊരു കെയർടേക്കർ ഇവിടെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യം നമുക്ക് പിന്നീട് ചിന്തിക്കാം. പക്ഷേ അവരെ മാത്രം വിടാനേ പാടില്ല. നമ്മളെ പിടിച്ചു കൊടുത്ത് ഞാനിട്ട പ്ലാൻ ഒക്കെ നശിപ്പിച്ച് ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? എന്താ എല്ലാരും എന്റെ മുഖത്ത് തന്നെ നോക്കുന്നേ? എല്ലാത്തിനും കാരണം ആ മിസ്സമ്മയല്ലേ? ആണോ അല്ലേ? അത് ശരിയാ. പക്ഷെ വരുന്നവരെയൊക്കെ പറഞ്ഞേക്കുന്നതിന് പകരം അവരുമായിട്ട് നമുക്കൊരു ചെറിയ എഗ്രിമെന്റ് ഉണ്ടാക്കിയാലെന്താ? നമ്മള് മൂന്നാറിലേക്ക് എന്തിനാ പോണോന്ന് വിചാരിച്ചേ? ആ മഹേശ്വരി ആന്റിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ. അങ്ങനെയാണല്ലോ. ഇനി ഈ കെയർടേക്കറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കെയർടേക്കറിനോട് നല്ല രീതിയിൽ പെരുമാറിയ നമുക്ക് മുത്തശ്ശനും മുത്തശ്ശിയോടൊപ്പം ഇവിടെ തന്നെ കഴിയാലോ. അങ്ങനെയാണെങ്കിൽ ശരി, നമ്മുടെ റിവഞ്ച് കഴിഞ്ഞതിന് ശേഷം ആ എഗ്രിമെന്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ശരിയല്ലേ? ആ ശരി. ഫസ്റ്റ് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ച് ആലോചിക്കാം. വന്നേ. സ്റ്റാർട്ട് ചെയ്യാം.
ഫസ്റ്റ് ആ സ്കൂളിൽ നിന്ന് മാറണം. അത്രയും ദൂരം പോയി നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മളെ പോലുള്ള ബ്രൈറ്റ് സ്റ്റുഡൻസ് എവിടെ നിന്നാലും പഠിക്കുമല്ലോ. ഏ എന്താ മോളിപ്പോ പറഞ്ഞേ? നീ ബ്രൈറ്റ് സ്റ്റുഡന്റ് എന്ന് എന്തോ പറഞ്ഞില്ലേ? നിങ്ങളെപ്പോലുള്ള ബ്രൈറ്റ് സ്റ്റുഡൻസ് എവിടെ ഇരുന്നാലും പഠിക്കും. പക്ഷേ എന്നെ പോലുള്ള പുവർ സ്റ്റുഡൻസ് എവിടെ പോയാലും പഠിക്കില്ലല്ലോ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ശരി, അടുത്തത് മോർണിംഗ് 7 o'clock വിളിക്കാവൂ. എന്തിന് ആഫ്റ്റർനൂൺ കഴിഞ്ഞ് വിളിച്ചാ പോരെ? ഞങ്ങൾ 6 o'clock എണീക്കാം. നിനക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ സെപ്പറേറ്റ് ആയിട്ട് ഡീല് സംസാരിച്ചാൽ മതി. ശരി ശരി. 4 മണിക്ക് എണീക്കുന്നതിനേക്കാൾ 6 മണിക്ക് എണീക്കുന്നതാ ബെറ്റർ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസിനും നിൽക്കില്ല. ഫുഡ് മാറ്റണം. ശരിയാ. പിന്നെ മറ്റുള്ളതൊന്നും മാനേജ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. സോ കുറച്ച് ഹെൽത്തിയായി നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ. നെക്സ്റ്റ് 0 കിട്ടുമ്പോഴെല്ലാം ഒന്നും കൂടി ചേർക്കണം. എന്തിനെന്ന് പറ. എനിക്ക് ഹോംവർക്ക് എഴുതണം, എക്സാം എഴുതണം, ലെസൺസ് പഠിച്ചു എന്ന് പറയണമെങ്കിൽ ഇപ്പോഴല്ലെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ പഠിച്ചല്ലേ പറ്റൂ. നീ പതുക്കെ സ്റ്റാർട്ട് ചെയ്യ. ഇപ്പൊ നമുക്ക് അമ്മയില്ല, എല്ലാം നമ്മൾ തന്നെ നോക്കണം. എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ച പിന്നെ എന്റെ ആവശ്യം എന്തിനാ ഇവിടെ? ഇതുവരെ നിങ്ങൾ പറഞ്ഞ എല്ലാത്തിനും ഞാൻ ഓക്കെ പറഞ്ഞതാ. പക്ഷേ റിവഞ്ചിന് ശേഷമേ കോംപ്രമൈസിന് പോവുള്ളൂ. ശരിയല്ലേ? ശരി. ഇനി അങ്ങോട്ട് ഈ അഞ്ജലിയുടെ കളിയാ നിങ്ങൾ കാണാൻ പോകുന്നത്. മഹേശ്വരി, അവളെന്താ നോക്കുന്നത്? നാളെ നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷം നമ്മൾ സന്തോഷമായിട്ട് കഴിയേണ്ട മുറി ഇതല്ലേ മഹേന്ദ്ര? ഏട്ടൻ റൂമിൽ ഇല്ലാതിരിക്കുമ്പോ മഹേശ്വരി എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന? എന്തായിരിക്കും? എന്താ ഇത്? ഏട്ടനോട് ഇഷ്ടമുള്ളത് പോലെയാണല്ലോ കാണിക്കുന്നത്. മഹേശ്വരി, മഹേന്ദ്രൻ എന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞ എന്നെ ഒരിക്കലും മാറ്റി നിർത്തില്ല. ഈ രാക്ഷസ അവതാരം അരുന്ധതി കാരണമാണ് ഉണ്ടായത്. എന്റെ സ്നേഹത്തിനു മുൻപിൽ ഞാൻ ഈ അവതാരത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. ശരിയായ പ്രണയം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
നമ്മൾ എന്താ ചെയ്യുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മഹി എന്താ ചെയ്യുന്നേ? മഹേശ്വരി, മഹി, മഹി, നീ എന്തായി ചെയ്യുന്ന? എനിക്ക് പേടിയാവാ. നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മഹേശ്വരി. ആദ്യം ഈ യൂണിഫോം മാറ്റ്. മഹേശ്വരി, മാറ്റാൻ. അത് താഴെ വെക്ക്. ഞാൻ കണ്ടതും നടന്നതൊക്കെ സത്യമായിരുന്നു. മഹേശ്വരിക്ക് ഏട്ടനെ ഇഷ്ടമാണോ? ഏട്ടനെ മഹേശ്വരിക്ക് മഹേശ്വരിയെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുകയാണോ? ആരു, എന്താ പറ്റിയ നിനക്ക്? മഹേശ്വരി നിന്റെ ഫ്രണ്ടാ. നിന്റെ ഭർത്താവിനെ അവൾ എന്തിനാ ഇഷ്ടപ്പെടുന്നേ? എന്തോ മിലിറ്ററി യൂണിഫോം അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് തൊട്ട് നോക്കിയതായിരിക്കും. ഏട്ടൻ കണ്ട വഴക്കു പറയുന്നു കരുതി ഏട്ടൻ ഇല്ലാത്ത സമയം നോക്കി വന്നതാ. അയ്യോ, നന്നായി ആ ഗുപ്തൻ ഇവിടെ ഇല്ലാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞ് എന്റെ സംശയം കൂടുതലാക്കിയെന്നെ. അയ്യോ അമ്മേ. ഏട്ടാ, ഏട്ടാ, ഞാൻ ഇവിടെ ഉള്ളത് ഏട്ടന് മനസ്സിലാക്കാൻ പറ്റിയോ? ഏട്ടാ, ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട് ഏട്ടാ, ഇവിടെ ഉണ്ട്. ഏട്ടാ, കെയർടേക്കർ വന്നെന്ന് കരുതി കുട്ടികളെ ശ്രദ്ധിക്കാതെയൊന്നും ഇരിക്കരുത്. ഏട്ടൻ എത്ര ബിസി ആണെങ്കിലും കുറച്ചു നേരമെങ്കിലും കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം.
ഐ മിസ് യു ആരു. അവരുമായിട്ടുള്ള നിങ്ങളുടെ ആത്മബന്ധം വേർപിരിച്ച് അവരുടെ ആത്മാവിനെ പരമാത്മാവിനെ ഏൽപ്പിക്കുന്നതാ. നാളെ മുതൽ നമുക്കിടയിലുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നാണ് പറയുന്നത്. മരണം കൊണ്ട് അങ്ങനെയെല്ലാം മാറ്റാൻ സാധിക്കുമാരോ? ആ ദൈവം സാക്ഷിയായി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ നീ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും. മൊഴിയോരോ മഴനൂലായി നനവെഴുതി നിറയവേ പറയാതെ ഉയരാഴും ഇരുമനവും അറിയവേ വെയിലേക്കും ഹിമമായി അതിരുരുകി അലിയവേ അടരാനോ അരുതാതെ ഏട്ടൻ ഇങ്ങനെ കരയാതെ. ഏട്ടൻ കരഞ്ഞു ഞാൻ കരയും. പ്ലീസ് കരയാതെ. തുണയായ ജീവനേ കുട്ടികളെന്ന് പറഞ്ഞാലേ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ്. അങ്ങനെയുള്ള നിങ്ങള് ശത്രുത മനസ്സിൽ വെക്കുന്നത് നല്ലതല്ല. ഇതാ കുട്ടി പറഞ്ഞതാ ഞാൻ പറഞ്ഞ്. ഈ പേടി ഇപ്പോഴല്ല, ഞങ്ങളെ പിടിച്ചു എടുക്കുമ്പോ ഉണ്ടാവണമായിരുന്നു. ഞങ്ങളെ ടോർച്ചർ ചെയ്യുമ്പോ ഉണ്ടാവണമായിരുന്നു. മിസ്സമ്മ, സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് ബിരിയാണിയിൽ എൻഡ് ചെയ്യണം. എല്ലാം വേണം ഞങ്ങൾക്ക്. അവരെ ഭദ്രമായി വീട്ടിൽ കൊണ്ടുപോയി അവര് ചോദിച്ച ഫുഡ് എല്ലാം കൊടുത്തു. പിന്നെ എന്തിനാ എനിക്ക് ശിക്ഷ? എന്നോടുള്ള ശത്രുത കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാൻ പറയോ? അത് പിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് പാവം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.